ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇളനീർ ഷേക്ക്. അതിനായി നമ്മൾ ഇളനീർ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഇളനീർ തേങ്ങയുടെ വെള്ളം നല്ല ടേസ്റ്റാണ്. നാച്ചുറൽ ഒരു തരിപ്പ് അതിനുണ്ട്. നമ്മളെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അതിലേറെ എത്രയോ നല്ലതാണ് ഈ ഒരു സംഭവം. പിന്നെ നമ്മൾ ഇളനീർ ജ്യൂസിന് ഇത് എടുക്കുന്നില്ല. ഇളനീർ ഷേക്കിന് കട്ടപ്പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഐസ്ക്രീം ടേസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേക്കിൽ ഇത് യൂസ് ചെയ്യണത്. കാരണം ഒരു നല്ല ടൈറ്റ് ടെക്സ്ചർ ആണല്ലോ നമ്മൾ ഈ ഷേക്ക് ഉണ്ടാവുക. നല്ല കട്ടിയിലല്ലേ നമ്മൾ അടിച്ചെടുക്കുക, ജ്യൂസ് പോലെ ലൂസാക്കിയിട്ടല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഉടച്ചെടുക്കാം, ഈ പാല് ഉടച്ചെടുക്കാം, എന്നിട്ട് മിക്സിയിൽ ബീറ്റ് ചെയ്യാം. പിന്നെ തേങ്ങ നല്ല ടേസ്റ്റുള്ള ഇളം തേങ്ങയാണ്. അപ്പോൾ ഷേക്ക് അടിക്കാൻ പറ്റിയൊരു ടൈമാണിത്. ഇതുകൊണ്ട് നമ്മൾ ഇളനീർ പുഡിംഗ് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഷേക്ക് ഉണ്ടാക്കാം. ഇതും കട്ടപ്പാലും പിന്നെ നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു 3 ഈത്തപ്പഴം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. സത്യത്തിൽ തേങ്ങ നമ്മൾക്ക് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ തേങ്ങക്കൊക്കെ ഭയങ്കര ഷോർട്ടേജുള്ളൊരു ടൈമാണല്ലോ, ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ? ഒരു ഐസ്ക്രീമി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. കണ്ടാൽ തന്നെ അറിയാം. വൈറ്റ് കളർ, വെരി യമ്മി. എല്ലാവരും ഇളനീര് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ. ഇത്ര ടേസ്റ്റാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ യൂസ് ചെയ്യാം. കാഷ്യൂ നട്ടോ ഗ്രൗണ്ട് നട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഇത് അടിപൊളി. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മാസ്റ്റർ ആരാ വെച്ചാൽ, ഷേക്കിൻ്റെ മാസ്റ്റർ എൻ്റെ മോനാണ് ഇതിൻ്റെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയത്. ഷേക്ക് മാസ്റ്റർ അവനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം.